27-ന് 45 വർഷം തികയുകയാണ്. അദ്ദേഹം ജനകീയ കവിയാണ്, ഗന്ധർവ കവിയാണ്, അരുണദശകത്തിലെ കവിയാണ്. അങ്ങനെ ഏറെ വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വഞ്ചനാട് കലാവേദി കേരളത്തിലെ അക്ഷരസ്നേഹികളോടൊപ്പം, കവിതയും ഗാനങ്ങളെയും സ്നേഹിക്കുന്നവരോടൊപ്പം വയലാറിനെ സ്മരിക്കാൻ ഒരു വെബിനാർ നടത്തുന്നത് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളേറെ ഉണ്ടെങ്കിലും ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിലെ കവികളെപ്പോലെ അദ്ദേഹത്തിൻ്റെ ദുഃഖം വൈയക്തികമായിരുന്നില്ല, സാമൂഹികമായിരുന്നു. അദ്ദേഹം ഒരു മാനവികതയുടെ കവിയായിരുന്നു. രാഷ്ട്രീയമായ മാറ്റങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലുണ്ടായിട്ടുണ്ടെങ്കിലും എന്നുമെന്നും അദ്ദേഹം മാനവികതയുടെ കവിയായിരുന്നു. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിലെ കവിയായിരുന്ന NV കൃഷ്ണവാര്യർ പാടിയിട്ടുണ്ട്: എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് പാടിയതുപോലെ മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖമായി സ്വാംശീകരിക്കാൻ കഴിഞ്ഞ മാനവികതയുടെ കവിയായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ഒരു ഗാന്ധിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി തന്നെ പാദമുദ്രകളാണ്. പാദമുദ്രകളുടെ എല്ലാ കവിതകളും ഗാന്ധിജിയെ സ്തുതിച്ചുകൊണ്ടുള്ള, ഗാന്ധിജിയുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലും അദ്ദേഹത്തിന് സജീവമായിരുന്നു. പക്ഷേ പിന്നീട് സമത്വചിന്തയിൽ ആകർഷണനായി. അതുപോലെ തന്നെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും അദ്ദേഹം ജനിച്ചു വളർന്ന വയനാട്, പുന്നപ്ര, വയലാർ പ്രദേശങ്ങളിൽ അവിടുത്തെ ജന്മിമാരുടെ ചൂഷണങ്ങൾ, കയർ മുതലാളിമാരുടെ ചൂഷണങ്ങൾ എല്ലാം കണ്ടുകൊണ്ട് അതിനെല്ലാം എതിരായ ഒരു മനസ്ഥിതി, ആ ചിന്താഗതി അദ്ദേഹത്തെ അരുണദശകത്തിലെ കവികൾ ഉൾപ്പെടുത്തി. ഭാസ്കരൻ മാഷിനെ പോലെ, ONVയെ പോലെ, തിരുനെല്ലൂരിനെ പോലെ, പുനലൂർ ബാലനെ പോലെ അദ്ദേഹം അരുണദശകത്തിലെ കവിയായി മാറി, വിപ്ലവ കവിയായിട്ട് മാറി. നിരവധി വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. എന്നെന്നും ഓർക്കത്തക്ക രീതിയിൽ ഒരു കവി എന്ന നിലയിൽ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് പോയത് കവിതയ്ക്ക് ഒരു വലിയ തീര നഷ്ടമായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം ഒരു വിപ്ലവ കവിയായിരുന്ന അതേ അവസരത്തിൽ തന്നെ ഭാരതീയ ദർശനങ്ങളിൽ, ഭാരതീയ സംസ്കാരത്തിൽ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അരുണദശകത്തിലെ കവി എന്ന് പറയുന്നതിനേക്കാൾ അതീതം അദ്ദേഹം ദ്രാവിഡ കവിയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും. അദ്ദേഹം പല കഥാപാത്രങ്ങളെയും പുരാണങ്ങളിൽ നിന്നെടുത്തു. വളരെ വികലമായി ചിത്രീകരിച്ചിരുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം നല്ല വെള്ളപൂശിയ നല്ല കഥാപാത്രങ്ങളായി ചിത്രീകരിച്ച കവിതകൾ എഴുതിയിട്ടുണ്ട്. രാവണപുത്രി എന്ന കാവ്യം തന്നെ രാവണൻ്റെ പുത്രിയായി, രാവണനെ വെള്ളപൂശിക്കൊണ്ട് നല്ല മനുഷ്യനായി, ശിവഭക്തനായി, സംഗീത കലാകാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള രാവണപുത്രി എന്നുള്ളത്, ആ കവിതകളെല്ലാം കാണിക്കുന്നത് നമ്മുടെ ദ്രാവിഡ സംസ്കാരത്തിന്, ആര്യാവർത്തം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പ്, അവരുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പ്, സംസ്കൃതവും മറ്റുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ദ്രാവിഡ സംസ്കാരത്തിലെ ആകർഷണം. അതോടൊപ്പം തന്നെ അദ്ദേഹം സംസ്കൃതത്തിലും അപാരമായ പാണ്ഡിത്യം സംസ്കൃതത്തിലും നേടിയിരുന്നു. പുരാണങ്ങളിലുള്ള പാണ്ഡിത്യം പോലെ തന്നെ സംസ്കൃതത്തിലും മലയാളത്തിലും, ഒരുപക്ഷെ ഈ സംസ്കൃതത്തിലുള്ള പ്രാവീണ്യമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പദസമ്പത്ത്. വയലാർ കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിൻ്റെ പദസമ്പത്താണ്. വളരെ മനോഹരമായ പദങ്ങൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള കവിതകളും അതോടൊപ്പം തന്നെ പദത്തിൻ്റെ ആടയാഭരണങ്ങളോടൊപ്പം തന്നെ ആശയങ്ങൾ നൽകുന്നതിന് മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതവും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു എന്ന് തുടങ്ങുന്ന വളരെ ആശയ സമ്പുഷ്ടമായ കവിതകൾ രചിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ പിന്നെ അടുത്ത ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം തന്നെ വിപ്ലവ കവിതകളുടെ ആവേശങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു: നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ എഴുതിയ വിപ്ലവ കവിക്ക് അങ്ങനെ പറയും. അത് ഒരുപക്ഷെ അദ്ദേഹം മാത്രമായിരുന്നില്ല. ആ അരുണദശകത്തിലുള്ള എല്ലാ കവികളിലും ആ ഒരു മാറ്റം പിന്നീട് ഒരു നഷ്ടസ്വപ്നത്തിൻ്റെ ഗീതങ്ങൾ പലരും അത് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്ത ഭൂമിയുടെ എന്ന് ONV സാറ് ചോദിക്കുകയുണ്ടായി. കൽക്കത്ത തീസിസിൻ്റെ പേരിൽ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് ഇവിടെ പറഞ്ഞ ഭാസ്കരൻ മാഷും അത് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ പുനലൂർ ബാലനും ഇത്തിരി വിഷാദം കുടിച്ചിറക്കി ഇത്തിരി വികാരം മനസ്സിൽ നിർത്തി ചോദിച്ചിടട്ടെ സഖാവേ ദൂരെ ഇമ വിട്ടി നിന്ന് ഒട്ടിച്ചുവിട്ട് ചാരമായെന്നുറപ്പായി എന്നൊക്കെ അത് ആ നഷ്ടസ്വപ്നത്തിൻ്റെ ഗീതങ്ങളായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയം മാറാനോ മറ്റു പാർട്ടിയിൽ ചേരാനോ ഒന്നുമില്ല. അവരുടെ ആ വിശ്വമാനവികതയും വിപ്ലവ വീര്യങ്ങളും എല്ലാം മനസ്സിൽ ആ ദുഃഖത്തോടൊപ്പം തന്നെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും മുന്നോട്ട് പോയത്. വയലാർ തന്നെ എഴുതിയിട്ടുണ്ട്, കരവാള് വിറ്റ് ഞാനൊരു മണിവീണ വാങ്ങിക്കും എന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹത്തെ സ്വപ്നം കണ്ടിരുന്നു. ആ സമൂഹത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ഒരു പ്രത്യയശാസ്ത്രത്തെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. ആ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ഉള്ള ആ സ്വപ്നങ്ങൾ സഫലമാകാത്തതിൻ്റെ ചില നഷ്ടവ്യഥകൾ ആണ് അദ്ദേഹം. അദ്ദേഹം ഒരു സർഗ പ്രതിഭയായിരുന്നു. ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കാം. കെ ബാലകൃഷ്ണൻ കൗമുദി വാരികയുടെ പത്രാധിപരുണ്ട്. പ്രശസ്തമായ വാരിക ഒരു കാലഘട്ടത്തിലെ യുവാക്കളുടെ ശബ്ദമായിരുന്നു, ശുഭിത യൗവനത്തിൻ്റെ ശബ്ദമായിരുന്നു കൗമുദി. അന്ന് പി കെ വിക്രമൻ നായർ അമച്വർ നാടക നടൻ തിരുവനന്തപുരത്ത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാടകങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന അമച്വർ നാടക നടൻ വിക്രമൻ നായർ മരിച്ച ദിവസം വിക്രമൻ നായരുടെ സുഹൃത്തുക്കളാണ് കെ ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ അങ്കണത്തിൽ എന്നും വൈകിട്ട് സായനങ്ങളിൽ കൂടുന്ന മറ്റ് സാഹിത്യകാരനും പി കെ ബാലകൃഷ്ണനും പഴവള രമേശനും ചന്ദ്രചൂഡനും. അന്ന് വൈകിട്ട് ഇവരെല്ലാം മൗനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ മാനേജർ വന്നു, കൗമുദിയുടെ മാനേജരും കമ്പോസറും വന്നിട്ട് പറഞ്ഞു ഈ എഡിറ്റോറിയൽ ഉടനെ വേണം. അപ്പോൾ കെ ബാലകൃഷ്ണൻ പറഞ്ഞു എനിക്കിന്ന് ഒന്നിനും വയ്യ. ഇല്ല, അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നമ്മുടെ വാരികയുടെ ഏറ്റവും ആകർഷകമായ ഇനം എഡിറ്റോറിയലാണ്. ഇന്ന് ഇത് കിട്ടിയാലേ ഈ സമയത്ത് ഇറക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി തന്നേ പറ്റുകയുള്ളൂ എന്ന് മാനേജരും കമ്പോസറും നിർബന്ധിച്ചു. കെ ബാലകൃഷ്ണൻ ആകെ തളർന്ന് തൻ്റെ സുഹൃത്ത് മരിച്ച ദുഃഖത്തിൽ ആകെ അവശനായി അദ്ദേഹം പറഞ്ഞു എനിക്കിന്ന് എന്നെക്കൊണ്ടിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ലാതെ പിന്നെ പത്രം നിർത്താൻ പോകാണോ ഉദ്ദേശം എന്ന് മാനേജർക്ക് വിക്രമൻ നായർ മരിച്ചതിൻ്റെ ദുഃഖത്തേക്കാൾ വലുത് ആ സമയത്ത് പത്രം എഴുതുക എന്നുള്ളതാണ്. അപ്പോഴവിടെ ഇരുന്ന ഒരു പയ്യനോട് കെ ബാലകൃഷ്ണൻ പറഞ്ഞു, കുട്ടാ നീ എന്തെങ്കിലും ഒന്ന് എഴുതിക്കൊണ്ട് വരുമോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മാനേജർ ഒരു പേനയും പെൻസിലും പേപ്പറും കൊടുത്തു. അവിടെ മാറിയിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹം കുട്ടൻ തിരിച്ചു വന്നു. ഒരു കടലാസ് കെ ബാലകൃഷ്ണന് കൊടുത്തു. ആ കടലാസിൽ ആദ്യത്തെ വരികൾ ഇത് ആയിരുന്നു: ഇന്ദ്രധനുസുമായി വന്ന തുലാവർഷമേഘമേ, കമ്രനക്ഷത്രങ്ങൾക്കിടയിൽ നിങ്ങൾ കണ്ടുവോ എൻ രാജഹംസത്തെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു കവിതയായിരുന്നു. കെ ബാലകൃഷ്ണൻ അപ്പോഴും പറഞ്ഞു ഇനി ഒന്നും വേണ്ട, എഡിറ്റോറിയലായിട്ട് ഈ കവിത കൊടുക്കുക. അതിനൊരു ടൈറ്റിൽ അദ്ദേഹം കൊടുത്തു, രാജഹംസം. ആ കവിതയും കൊടുത്തു. ആ കവിതയ്ക്ക് ചുറ്റും ഒരു കറുത്ത ബോർഡർ കൊടുത്തു. വിക്രമൻ നായരുടെ മരണത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു കവിതയായിരുന്നു ആ രാജഹംസം. നിമിഷങ്ങൾ കൊണ്ടാണ് ആ കവിത ഇതേത്. അതാണ് വയലാർ രാമവർമ്മ. സർഗ പ്രതിഭയായിരുന്നു അദ്ദേഹം. കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു. അതോടൊപ്പം തന്നെ കവിത തുളുമ്പുന്ന നിരവധി ഗദ്യകൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. 47-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിടവാങ്ങി. മഹാകവി കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ദീർഘകാലം ഒരു പാറയായി വഴിയാത്രക്കാർക്കൊരു തടസ്സമായി കിടക്കുന്നതിലും ഭേദം ഒരു മിന്നൽ പിണറായി നിമിഷ നേരത്തേക്ക് ജീവിക്കുന്നതാണ്. 47 വർഷമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. പക്ഷേ ഇനിയും യുഗങ്ങളോളം മലയാളികളുള്ളിടത്തോളം കാലം, മലയാള ഭാഷയുള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കും. ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ച വയലാറിൻ്റെ ഓർമ്മകൾ, യേശുദാസൻ്റെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് മലയാളികൾ എന്നും ഉണരുന്നത്. അവരുടെ മനസ്സിൽ എന്നുമെന്നും വയലാർ ജീവിക്കും എന്ന ഈ നല്ല ചടങ്ങ് വെബിനാർ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി സവിനയം ഉദ്ഘാടനം ചെയ്യുന്നു.